ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്രാട ദിന പരിപാടികൾ ഓഗസ്റ്റ് 25-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്രാട ദിന പരിപാടികൾ ഓഗസ്റ്റ് 25-ന് നടക്കും. രാവിലെ 9 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ ഭക്തിനിർഭരമായ കാഴ്ചക്കുല സമർപ്പണം നടക്കും. രാവിലെ 10 മണിക്ക് യന്ത്ര ആന ഗുരുപുരം അർജുനന്റെ സമർപ്പണം നിർവഹിക്കും. പ്രശസ്ത സിനിമാ താരം റിച്ച ചദ്ദ, ഇരുവൽ കൃഷ്ണദാസ് വാഴ്ന്നവർ എന്നിവർ ചേർന്നാണ് സമർപ്പണം നിർവഹിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്രാട ദിന പരിപാടി നടക്കുകയാണ്. ഈ ഓഗസ്റ്റ് 25-ന് ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടുകൂടിയാണ് ഉത്രാട ദിനം ആഘോഷിക്കുന്നത്. രാവിലെ ഭഗവാനെ കാഴ്ചക്കുല സമർപ്പണം, ഭക്തജനങ്ങളുടെ കാഴ്ചക്കുല സമർപ്പണമാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായി ഒരു റോബർട്ട് ആനയെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവനുള്ള ആനകൾ നമുക്ക് വരുത്തി വെക്കുന്ന പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കുന്നതിനും ഒരു വന്യജീവി സംരക്ഷണ സമിതി എന്ന പേട്ട പോലുള്ള സംഘടനയാണ് നമുക്ക് ആനയെ സമർപ്പിക്കുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പണ്ട് ആനയ്ക്ക് ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ജീവനുള്ള ആന വളരെ ഭംഗിയായി വലിയ ആഘോഷങ്ങളോടെ ഉത്സവങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആനകളെയൊക്കെ പിൻവലിച്ചു. ആനകളൊക്കെ പിന്മാറുന്ന ഒരവസ്ഥയുണ്ടായി. വടക്കേ മലബാറിൽ പൊതുവെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ആനകളെ ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, അത് ആനയ്ക്കും ഒപ്പം ജനങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് പരമാവധി ഒഴിവാക്കുന്നത്. ഈ സമയത്താണ് നമ്മളിപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പേട്ട എന്ന ആനിമൽ പ്രൊട്ടക്ഷൻ ടീം നമ്മളെ സമീപിക്കുന്നതും. അപ്പോൾ നമ്മൾക്ക് ഒരു ആനയുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തപ്പോൾ അവർ ചില നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു. പീറ്റ എന്ന് പറയുന്നത് പീപ്പിൾസ് ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് ആണ്. അത് ഒരു അമേരിക്കൻ സംഘടനയാണ്, അമേരിക്കൻ NGO സംഘടനയാണ്. അമേരിക്കയിലാണ് അതിൻ്റെ ബേസ്. ചടങ്ങിൽ സംസ്ഥാന കർഷക അവാർഡ് നേടിയ കർഷക തിലകം, മികച്ച വനിതാ കർഷക സാവിത്രി K മീങ്ങോത്തിനെ ആദരിക്കും. മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചെണ്ടമേളവും നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.